ജീവിക്കാൻ നിവൃത്തിയില്ല, ജോലിക്ക് തിരിച്ചെടുക്കണം, കുഞ്ഞിന് വയ്യായികമുണ്ട്, പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അറിയിക്കണം. ഞാൻ ഇനി അപ്പോൾ ഗതാഗത മന്ത്രി അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പേര് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യുക, അതേ ഉള്ളൂ. ഇവർക്ക് ചർച്ച ചെയ്യുന്ന വെച്ചാൽ സോറി പറയണം, മാപ്പ് പറയണം, അങ്ങനെയാണ്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല. മാപ്പ് പറയൂല. മാപ്പ് പറയാൻ വേണ്ടിയിട്ട് തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവരകത്ത് കിടക്കുകയില്ലേ, അവരാദ്യം മാപ്പ് പറയട്ടെ. തെറ്റ് ചെയ്തിട്ട് അവർ മാപ്പ് പറയട്ടെ. ഈ നിവേദനത്തിൽ എന്തെങ്കിലും ആവശ്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്നത്? ജോലിയിൽ തിരഞ്ഞെടുക്കുക മാത്രമാണ് നിവേദനത്തിൽ. KSRTCയിലെ സാറിൻ്റെ അടുത്ത് ഇതേ പറയാൻ പറ്റുള്ളൂ, ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന്. ബാക്കിയുള്ള ഇനി വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം. മുഖ്യമന്ത്രിയെ കാണാനുള്ള തീരുമാനമുണ്ട്. പറ്റുമെങ്കിൽ കാണണം, പക്ഷേ ഒരു ഉറപ്പുമില്ല. നമുക്ക് അനുകൂലമായിട്ടൊന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. നമസ്കാരം. KSRTCയിലെ താൽക്കാലിക ജീവനക്കാരനായ യദുവിനെ സർവീസിൽ നിന്നും തൽക്കാലത്തേക്ക് പിരിച്ചുവിട്ടിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും യദുവിനെ സർവീസിൽ തിരിച്ചെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് KSRTCയോ KSRTCയുടെ വകുപ്പ് മന്ത്രിയോ യാതൊരു തരത്തിലും തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടില്ല. യദു ഇപ്പോഴും പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രിയെ കാണാൻ, KSRTC വകുപ്പ് മന്ത്രിയായ പൊതുഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെ കാണുവാൻ യദു ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾ ഒരു കാരണവശാലും യദുവിനെ മന്ത്രിയെ കാണിക്കുവാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. മന്ത്രിയുടെ സമീപത്തേക്ക് യദുവിനെ കയറ്റിവിടുന്നുണ്ടായില്ല. പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ യദു പറഞ്ഞതും ഇത് തന്നെയാണ്. എന്റെ സങ്കടം പറയുവാൻ ഞാൻ വന്നതാണ്, പക്ഷെ അവർ അകത്തേക്ക് കടത്തിവിടുന്നില്ല. എങ്ങനെയാണ് പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയുക? ജോലിയില്ല, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല, ജോലിയിൽ തിരിച്ചെടുക്കുന്നില്ല. ഇനി ജീവിക്കാൻ യാതൊരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്നു. ഇനി എൻ്റെ മുമ്പിലുള്ളത് 2 വഴികളാണ്. ഒന്നുകിൽ ആത്മഹത്യ, അല്ല എന്നുണ്ടെങ്കിൽ ഇവരെനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു തരണം. ഒന്നുകിൽ ആത്മഹത്യ, അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ ജോലി ഇവർ എനിക്ക് തിരിച്ചു തന്ന് എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇതിൽ 2ൽ ഏതെങ്കിലും ഒന്ന് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളൂ. സാധാരണക്കാരനായ ഒരു മനുഷ്യനെ ഇതുപോലെ ശിക്ഷിക്കുവാൻ വേണ്ടി അധികാര കേന്ദ്രങ്ങളും ഭരണകേന്ദ്രങ്ങളും സ്വാധീനവും എല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ നാട്ടിൽ ഒരു ചെറുപ്പക്കാരന് നീതി കിട്ടാതിരിക്കുക? ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി യദുവിൻ്റെ ജീവിതം മാറുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ ബാലുശ്ശേരി MLA സച്ചിൻ ദേവും കൂടിയാണ് യദു തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിച്ചു കൊണ്ടുവന്ന KSRTCയുടെ സൂപ്പർഫാസ്റ്റ് ബസ് തടഞ്ഞു നിർത്തുന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി മനസ്സിലാക്കാം യദുവിൻ്റെ ഭാഗത്തല്ല തെറ്റുള്ളതെന്ന്. മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവിനും മുന്നോട്ടേക്ക് കടന്നു പോകാൻ KSRTC ബസ് സൈഡ് കൊടുത്തില്ല, യദു ഓടിച്ചു കൊണ്ടുവന്ന ബസ് സൈഡ് കൊടുത്തില്ല എന്നുള്ളതാണ് അവർ കാരണമായി ചൂണ്ടിക്കാണിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്തുള്ള സാഫല്യം കോംപ്ലക്സിന് മുമ്പിൽ വെച്ച്, സാഫല്യം കോംപ്ലക്സിന് അടുത്ത് വെച്ച് യദു ഓടിച്ചു കൊണ്ടുവന്ന KSRTC ബസിന്റെ മുൻപിൽ സീബ്ര ലൈനിൽ ഈ മേയറുടെ കാർ കുറുകയിട്ടാണ് KSRTC ബസ് തടഞ്ഞത്. ഇത് തന്നെ നിയമരാഹിത്യമാണ്. KSRTC ബസിന്റെ ട്രിപ്പ് മുടക്കി, KSRTCക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി, ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ജോലി തടസ്സപ്പെടുത്തി, ബസ്സിൽ നിന്നും ദീർഘദൂര യാത്ര ചെയ്തു വന്ന യാത്രക്കാരെ ബലം പ്രയോഗിച്ച് MLA സച്ചിൻ ദേവ് ഇറക്കിവിട്ടു. ഇതുപോലെ ഗുരുതരമായ അനവധി നിയമലംഘനങ്ങൾ നടത്തിയ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും മേയറുടെ കൂടെ അന്ന് കാറിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾക്കെല്ലാം അവരുടെ ജോലി തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ തെളിഞ്ഞ കുറ്റം യദുവിന്റെ പേരിലാണ്. അതായത് KSRTC ബസിന്റെ ട്രിപ്പ് മുടക്കിയതിന്റെ പേരിൽ യദുവിനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയും കണ്ണടച്ചതോടുകൂടി യദുവിന് ജീവിതം മുട്ടുകയായിരുന്നു. ജീവിതത്തിൽ 2 മാസം കഴിഞ്ഞിട്ടും യാതൊരു വരുമാനവുമില്ലാതെ വിഷമിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഇനിയും ജോലിയിൽ തിരിച്ചെടുക്കുവാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാകുന്നില്ല. ഇതേ തുടർന്നാണ് യദു വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാറിനെ കാണാൻ എത്തിയത്. മന്ത്രി തൻ്റെ കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാക്കും, തനിക്ക് ജോലി തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് യദു എത്തിയത്. എന്നാൽ ഒരു കാരണവശാലും മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് മന്ത്രിയുടെ അടുത്തേക്ക് യദുവിനെ കടത്തിവിട്ടില്ല. യദുവിൻ്റെ സങ്കടങ്ങൾ മറ്റാര് കേൾക്കാൻ? മാധ്യമങ്ങളെ കണ്ടപ്പോൾ യദു പങ്കുവെച്ച യദുവിൻ്റെ സങ്കടങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മന്ത്രിയെ കാണാൻ വേണ്ടി തോന്നുന്ന പരാതി കൊടുക്കാൻ വേണ്ടി ഗതാഗത വകുപ്പ് മന്ത്രി പരാതിയല്ല, നമ്മുടെ വിഷമം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബുദ്ധിമുട്ട്, ജീവിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥയെ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇതുവരെ ഒന്നും ആയില്ല. ഇതുവരെയായിട്ട് ജോലി എടുത്തുമില്ല. പ്രതിയല്ലല്ലോ. പ്രതിയാണെങ്കിൽ കേസിൽ ശിക്ഷിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവണം. അത് ഒന്നും ആവാതെ
എനിക്ക് മാത്രം ജോലിയില്ല, മറ്റേ രണ്ടുപേരും മറ്റേ 5 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം മന്ത്രിക്ക് അത് ഇടപെടാൻ പറ്റേണ്ടതാണ്. ഇത്രയും ദിവസമായിട്ടേ നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നുള്ളത് ഇതുവരെയും തെറ്റ് ചെയ്ത് ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിഞ്ഞിട്ടില്ലല്ലോ. അവർ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ലല്ലോ, ആക്ഷേപം മാത്രമാണ്. ഇതുവരെ ഒരു തെളിവും നിങ്ങൾക്കെതിരായിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ അവർക്കെതിരായിട്ട് തെളിവുകളും ഉണ്ട്, പോലീസ് ഒന്നും ചെയ്യുന്നതുമില്ല. അപ്പം ഗതാഗത മന്ത്രിയോട് ഇന്നിപ്പോൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ജോലിക്ക് തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ജീവിക്കാൻ നിവൃത്തിയില്ല, ജോലിക്ക് തിരിച്ചെടുക്കണം. കുഞ്ഞിന് വയ്യാഴികമുണ്ട്, പിന്നെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അറിയിക്കണം. അപ്പോൾ ഈ കേസിനെ കുറിച്ച് സംസാരിക്കുന്നില്ല? അപ്പോൾ ഈ സ്റ്റേഷനിൽ ഇപ്പം കേസ് നടക്കുന്നതിനെ കേസിൻ്റെ കാര്യം അത് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. അത് ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നതെന്ന് വെച്ചാൽ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിക്കില്ലെന്നുള്ളത് സാറിന് അറിയാം, വ്യക്തമാണ്. സാറിന് അറിയാം. അതുകൊണ്ടാണ് സാറ് പയ്യെ എന്താണെന്ന് നേരിട്ട് ചോദിച്ചിട്ട് ബാക്കി അറിയിക്കും. ഇന്നിപ്പം അപ്പോയിന്റ്മെന്റ് കിട്ടിയായിരുന്നോ മന്ത്രിയെ കാണാനുള്ള? അതിപ്പോ പോയാലേ അറിയത്തുള്ളൂ. അത് ശരി, കാണാൻ പറ്റൂലെന്ന് ഉറപ്പില്ല. നമ്മളിപ്പം വലിയ പിടിപാടുള്ള ആളല്ലല്ലോ. നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കാനും ഇവിടെ വന്ന് ചോദിക്കാനൊക്കെ നമുക്ക് ആളില്ല. ഇവിടെ ഒരു പാർട്ടിയിൽ അല്ലല്ലോ ഞാൻ ഉള്ളത്. സാധാ ഒരു വ്യക്തിയെ പോലെ പോയി ചോദിച്ചു നോക്കും, എന്താണെന്ന് നോക്കിയിട്ട് വന്നാലേ അറിയാം. ഒറ്റയ്ക്കാണ്. പാർട്ടിക്കാര് എനിക്ക് അന്നൊന്നും പാർട്ടിക്കാരും ഇല്ലല്ലോ, സപ്പോർട്ടില്ലല്ലോ. സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ആവുമായിരുന്നു. ഇപ്പൊ തന്നെ വന്നിട്ട് പോയതായിരുന്നുണ്ടല്ലോ. വേറെ കേസിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? റീസെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. എന്റെ കേസ് അന്ന് പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരനക്കമില്ല. എന്റെ കേസിലില്ല, അവരെ കേസ് അന്വേഷിക്കുന്നു. ഇപ്പം നിങ്ങൾ ജോലി രാവിലത്തെ വേണ്ടി ഗതാഗത മന്ത്രിയെ കാണാൻ വന്നത്, അതുപോലെ നിങ്ങളെ കേസ് മുമ്പോട്ട് പോകാൻ വേണ്ടിട്ട് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രി, അവരെ എന്തെങ്കിലും സമീപിക്കുക, എന്തെങ്കിലും തീരുമാനം നടക്കൂല. ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി എല്ലാം ഒരേ കുടക്കീഴിലുള്ളതല്ലേ. അപ്പോൾ ഒന്നും നടക്കൂല. എന്നാലും ശ്രമിച്ചു നോക്കാന്നല്ലാതെ ഒരു കോടതി വഴി മൂവ്മെന്റ് ചെയ്താലും നടക്കുള്ളൂ. അല്ലാതെ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി എന്നും കണ്ടിട്ട് കാര്യം. എത്ര ആയ സ്ഥിതിക്ക് ഒന്ന് മന്ത്രി ഒന്ന് കണ്ട് ഒരു ഇത് നിവേദനം കൊടുക്കാന്നല്ലാതെ ഒരു പ്രയോജനമില്ല. ഇവിടെ ആയാലും എനിക്ക് വലിയ പ്രതീക്ഷയില്ല, എന്നാലും കൊടുക്കാന്നല്ലേ ഉള്ളൂ. കൊടുത്തെന്താണെന്നുള്ള തിരക്കാണ്. ഇവിടെ വന്നിട്ട് മന്ത്രിയെ കാണാൻ പറ്റിയായിരുന്നോ? എന്തായി? കാണാൻ പറ്റിയില്ല. PS നെ കണ്ടു. അകത്ത് കയറ്റി വിട്ടില്ല. വെളിയിൽ ഞാൻ ഇങ്ങനെ നിന്നപ്പോഴാണ് PS വന്നത്. അങ്ങനെ PS ന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അകത്ത് കയറാൻ പറഞ്ഞായിരുന്നു? അകത്ത് കയറി കാണണമെന്ന് പറഞ്ഞായിരുന്നു? അകത്ത് കയറി കാണാനൊന്നും സാർ ഇവിടെ ഇല്ല. സാറ് സമ്മേളനത്തിന് പോയി. ഇനി വേറെ അടുത്ത ദിവസം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ വരെ? ഇല്ല, ഇപ്പൊ PS ന്റെ കൊടുത്ത് കാര്യം അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാർ അവതരിപ്പിക്കാമെന്നും പറഞ്ഞു. ജോലിക്ക് കയറ്റാനുള്ള നിയമ നടപടി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാന്ന് പറഞ്ഞു. കേസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചോ? വേറെ കേസ് ഇത് യാതൊരു ബന്ധമില്ലല്ലോ. എനിക്ക് ജോലി ചെയ്യുന്ന അതിനകത്ത് കേസ് എന്നത് പ്രതിയായില്ലല്ലോ. കോടതിയിൽ കേസ് വന്നിട്ട് പ്രതിയാണോന്നോ അല്ലെങ്കിൽ പ്രതിയാക്കി ഒരു കേസ് എടുക്കാൻ അവർ തയ്യാറല്ലല്ലോ. രണ്ടുപേരും ഒരേപോലെ അല്ലേ. അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം വരുമോ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത്? അനുകൂലം ഉണ്ടാവണമെന്നാണ് ഞാൻ പറയണേ. പാവപ്പെട്ടവന്മാരെ കൂടെ നിൽക്കുന്നല്ലേ പറയണേ. ഉണ്ടായില്ലെങ്കിൽ മന്ത്രി ഈ ഫേസ്ബുക്കിലൊക്കെ വന്നെന്ന് പറയണ ചുമ്മയാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും ആയിട്ട് സാറിന് മനസ്സിലായിട്ട് സാറ് ഇനിയും തിരിച്ചെടുക്കാതെ 2 മാസമായി. ഞാൻ ഇനി അപ്പോൾ ഗതാഗത മന്ത്രിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പേര് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുക, അതേ ഉള്ളൂ. ജീവിക്കാൻ വേറെ വഴിയില്ല. വേറെ ജോലി ഇപ്പൊ ഇതില് പറഞ്ഞു വിടാത്തോണ്ട് വേറെ ജോലിക്ക് പോകാനും പറ്റും. പറഞ്ഞു വിടണം, അല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടണം. അതല്ലേ പറഞ്ഞേ. പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ വേറെ ജോലിക്ക് ഇങ്ങനെ പോവാം. മന്ത്രി ഇതിപ്പം PS ന്റെ കൊടുത്തിട്ട് ഇനിയിപ്പം മന്ത്രി നാളെ ഒരു കാലത്തെ ഈ KSRTC ഇരിക്കുമ്പോഴത്തേക്കിനെ വേറൊരു ജോലിക്ക് പോകുന്നു. നാളെ ഒരു നീണ്ട പേപ്പർ വരും, നഷ്ടം എന്നും പറഞ്ഞുകൊണ്ട്. KSRTCയുടെ കുറേ നഷ്ടങ്ങൾ റിക്കവറി എന്നൊക്കെ പറഞ്ഞുണ്ട്. അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ ഒന്നിനും ഒരു തെറ്റിലും ഇല്ല എന്ന് പറഞ്ഞു വിടുക, അല്ലെങ്കിൽ ജോലി തിരിച്ചെടുക്കുക. അതാണ് വേണ്ടത്. ഇന്നിപ്പോൾ കാണാൻ പറ്റില്ല, ഇനി വേറെ ദിവസം വന്ന് കാണാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ സാറിന്? കാണാൻ ഇനിയിപ്പോൾ ഇതിന്റെ അഭിപ്രായം എന്തെന്ന് അറിയണം. ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, എങ്ങനെ അറിയാൻ പറ്റും? അത് സാറ് വിളിക്കും. നമ്പർ വെച്ചിട്ടുണ്ടല്ലോ, കോണ്ടാക്ട് നമ്പർ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മെയിൽ വഴി അതിൽ നമ്മൾ കൊടുത്തതിൻ്റെ അതൊരു എന്നത്തേക്കാവുമെന്നല്ലോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഉടനെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഇനിയും മാസങ്ങൾ കഴിയരുത് സാറേ, എനിക്ക് നിവൃത്തിയില്ല,
ജീവിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം മുമ്പും പറഞ്ഞത് ഈ അന്വേഷണത്തിന് തീരുമാനം എന്താണെന്നോ അന്വേഷണ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം തിരിച്ചെടുക്കലെന്നൊക്കെയുള്ളതാണ്. അപ്പോൾ എന്താണ് സാറ് പറഞ്ഞ KSRTCക്ക് ഒരു അന്വേഷണ സംഘം ഇല്ല എന്ന് പറയുന്നത്? പക്ഷേ അന്വേഷണ സംഘമുണ്ട്. വിജിലൻസ് വിഭാഗം എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘമാണല്ലോ KSRTCയിലെ. സാറൊക്കെ ഒന്ന് വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകണം, പിടിച്ചോട്ട് പോകാൻ തന്നെ ഉണ്ട്. വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ സജീവമാകുന്നുണ്ട്, ഒരുപാട് പേര് ഇടപെടൽ നടത്തുന്നു. പലരും റിട്ടയർഡ് IPSകാരടക്കം ഈ ഒരു വിഷയത്തിൽ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. മുൻ DGP അടക്കമുള്ളവരാണ് രംഗത്ത്, സെൻകുമാർ സാർ അടക്കമുള്ളവർ രംഗത്ത് വരുന്നത്. സാറെന്നെ പേഴ്സണലി വിളിക്കാറുണ്ട്, മെസ്സേജ് ഇടാറുണ്ട്. പറയുന്നതെന്ന് വെച്ചാൽ സാറ് പറഞ്ഞ ഇതിൽ പിന്മാറരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്മാറരുത്, ഇതുമായിട്ട് മുന്നോട്ട് പോവുക, ശക്തമായിട്ടുള്ള പാർട്ടിക്കാർ എല്ലാവരും ശക്തരാണ് എന്നും പറഞ്ഞ് പേടിക്കരുത്, പിന്നെ കോടതിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പോലീസുകാരൊന്നും കറക്റ്റ് അന്വേഷണമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൻ്റെ ഇപ്പം ഘട്ടം എവിടെയാണ്, എന്താണ് പറയാനുള്ളത്? ഇത് എന്നാണ് കുറ്റപത്രം ഉണ്ടെങ്കിൽ, താങ്കളെ പ്രതിയാക്കി കുറ്റപത്രം ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ പോലീസ് തയ്യാറാണോ? എന്താണ് അവസ്ഥ? പോലീസ് അതൊന്നും പറയുന്നില്ലല്ലോ. എനിക്കെതിരെയായിട്ടുള്ള കേസായാലും ഞാൻ കൊടുത്ത കേസായാലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇനി ഞാൻ തെറ്റുകാരനെന്ന് പറഞ്ഞാൽ സമർപ്പിക്കണം. സമർപ്പിച്ചാലേ കോടതിക്ക് എന്തെങ്കിലും ഇടപെടാൻ പറ്റുള്ളൂ. ഇവരൊന്നും സമർപ്പിക്കാതിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇവരൊന്നും സമർപ്പിക്കില്ല, ഒറ്റ വക സമർപ്പിക്കില്ല. വക്കീൽ ചോദിച്ചിട്ട് ഒരു ഇതുമില്ല. ഞാൻ പോയി ചോദിച്ചിട്ട് എന്നെ 2 പ്രാവശ്യം വന്നിട്ട് ഒരുമാതിരി നാണം കെടുത്തി വിടും പോലെയാണ് വിട്ടത്. KSRTC CMD ആയിട്ടൊക്കെ നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് മുമ്പ്. എന്താണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നത്? അപ്പം അദ്ദേഹം എന്താണ് പറയുന്നത്? അവർക്ക് ഇതുമായിട്ടുള്ള ഈ മേയറുമായിട്ടുള്ള ഇഷ്യൂ അവർക്കറിയത്തില്ല. അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് വിവരിക്കാൻ സാധ്യമല്ല. ബാക്കിയുള്ള റിപ്പോർട്ടുകൾ ചെയ്യാൻ സാധ്യമല്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 മാസമായിട്ട് ജോലിയുണ്ട്. ഇപ്പോൾ അന്ന് പ്രശ്നം നടന്നല്ലോ, അതിപ്പോൾ വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഏത് അന്ന് നടന്നു? അത് വേണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാനെല്ലാം കൊണ്ടിട്ട്. മേയറായിട്ട് തർക്കം വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? മേയറുമായിട്ട് തർക്കം വേണ്ടായിരുന്നു. മേയറാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഈ തർക്കം വേണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ ഇദ്ദേഹമാണെന്നുള്ള കാര്യവും. MLA സ്ഥലം MLA പോലും അല്ല, പാലുശ്ശേരി MLA ആണ്, ഇവിടുത്തെ MLA അല്ല. ഒരു പക്ഷേ കോംപ്രമൈസിന് തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നുള്ള കോംപ്രമൈസിന് തയ്യാറാവാനെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ കോംപ്രമൈസാണ്? അവരോട് ചർച്ചയ്ക്ക് തയ്യാറാകാനാണെങ്കിൽ അവർക്ക് ചർച്ചയെന്ന് വെച്ചാൽ സോറി പറയണം, മാപ്പ് പറയണം, അങ്ങനെയാണ്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല. മാപ്പ് പറയൂല. മാപ്പ് പറയാൻ വേണ്ടിയിട്ട് തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവരകത്ത് കിടക്കുകയില്ലേ, അവരാദ്യം മാപ്പ് പറയട്ടെ. തെറ്റ് ചെയ്തിട്ട് അവർ മാപ്പ് പറയട്ടെ. ഈ നിവേദനത്തിൽ എന്തെങ്കിലും ആവശ്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത്? ജോലിയിൽ തിരഞ്ഞെടുക്കുക മാത്രമാണ് നിവേദനത്തിൽ KSRTCയിലെ സാറിൻ്റെ അടുത്ത് ഇതേ പറയാൻ പറ്റുള്ളൂ, ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന്. ബാക്കിയുള്ള ഇനി വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം. മുഖ്യമന്ത്രിയെ കാണാനുള്ള തീരുമാനമുണ്ട്. പറ്റുമെങ്കിൽ കാണണം, പക്ഷേ ഒരു ഉറപ്പുമില്ല. നമുക്ക് അനുകൂലമായിട്ടൊന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട.